ശ്രീ സ്റ്റാലിൻ അഗസ്റ്റിൻ, ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ വിഷയം അതീവ ഗൗരവത്തിലാണ്. ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾ കൂടി സ്വരുക്കൂട്ടിയെടുത്ത ഒരു വിഷയങ്ങളാണ് ഇതെല്ലാം. നമുക്കിവിടെ നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള അധികാരികളോ ഉദ്യോഗസ്ഥന്മാരോ നമുക്കില്ലാതെ പോയതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഇപ്പോൾ 1972 ആക്ടിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അതിനകത്ത് സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ട ആളുകൾ എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നില്ല? ഇപ്പൊ കഴിഞ്ഞ വർഷം ഏകദേശം എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് സാറിന് നമ്മളൊരു കത്തയക്കുകയാണ്. വയനാടിന്റെ കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 11 ഗൈഡ് ലൈൻസ് തയ്യാറാക്കി അദ്ദേഹത്തിന് അയക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ബാംഗ്ലൂരിലേക്ക് അയച്ചു. ബാംഗ്ലൂർ റീജിയണിൽ നിന്ന് അത് കൃത്യമായിട്ട് നമ്പർ ഇട്ട് അത് ചീഫ് സെക്രട്ടറിക്ക്, വൈൽഡ് ലൈഫ് ചീഫ് സെക്രട്ടറിക്കും ഈ കത്ത് അയച്ച ആളുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടും മറുപടി കൃത്യമായിട്ട് കിട്ടുകയാണ്. അത് തിരിച്ച് അവർ കേരളത്തിലേക്ക് അയച്ചു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിന് അയച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ബാക്കി നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഈ കഴിഞ്ഞ ആഴ്ച വരെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ആ ഫയൽ നമ്പർ തപ്പിപ്പിടിച്ച് അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം എന്ന് പോലും ഇവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഇത്രയും നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ വനം വന്യജീവി പ്രശ്നത്തിന്റെ ഒരു കാരണം വനം വകുപ്പോ വനവും മാത്രമല്ല. വനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് മുഴുവനും സെന്നയാണ്. മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന സാധനം അത് നട്ടു വളർത്തി നാട് മുഴുവനാക്കി. അത് കാട്ടിൽ മാത്രമല്ലാതെ നാട്ടിലേക്കുമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലണ്ടാന എന്ന് പറയുന്ന, അതായത് കൊങ്ങിണി, അരിപ്പു എന്നൊക്കെ പറയുന്ന സാധനവും കാട് മുഴുവനാണ്. ഈ രണ്ട് സസ്യങ്ങളും കാടിനെ കീഴടക്കി കഴിഞ്ഞു. അവിടെ മൃഗങ്ങൾക്ക് തീറ്റയില്ല, വെള്ളമില്ല, അതിന് കാഴ്ചയില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് കാട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് തേക്കും തോട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നു, നിത്യഹരിത വനങ്ങൾ എന്നൊക്കെ പറയുന്നു, സൗത്ത് വയനാട് എന്ന് പറയുന്നു, നോർത്ത് വയനാട് എന്ന് പറയുന്നു, വളരെ ചുരുങ്ങിയ ഒരു ഭാഗം മാത്രമേ ഫോറസ്റ്റ് നിന്ന് നമ്മൾക്ക് പച്ചപ്പുള്ള ഫോറസ്റ്റ് ഉള്ളൂ. ബാക്കിയൊന്നും ഫോറസ്റ്റ് അല്ല, അത് പ്ലാന്റേഷൻ ആണ്. അപ്പൊ ഇത്രയും ഇത് കാലാകാലങ്ങളായിട്ട് പരിചരിക്കുന്നു എന്ന് പറയുന്നു. കോടാനുകോടിക്കണക്കിന്, എനിക്ക് തോന്നുന്നു ഭൂമിനെ ഒരു 4 തവണ ചുറ്റി വരേണ്ട അത്രയും ട്രെഞ്ച് വയനാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രെഞ്ച് എന്ന് പറയുന്നത് തീർത്തും അശാസ്ത്രീയമാണ്. മഞ്ഞക്കൊന്ന പറിക്കൽ എന്ന് പറയുന്നത് തീർത്തും അശാസ്ത്രീയമായിട്ട് അത് പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയത്ത് ഉണ്ടാകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു, കുറെ വാർത്തകൾ വരുന്നു, കുറെ ആളുകൾ കരയുന്നു, കുറെ ആളുകൾക്ക് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അല്ലാതെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ അനങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിലെ ഒരു പ്രശ്നം, കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. അതേപോലെ തന്നെ 80കളുടെ അവസാനം വരെ വയനാടിന്റെ ഒരു സെന്റ് സ്ഥലം പോലും തരിശായിട്ട് കിടക്കോ കൃഷിയോഗ്യമല്ല ആയിരുന്നില്ല. എല്ലാം ഫുൾ ആയിട്ടും കൃഷി ചെയ്തിരുന്നു. അന്ന് പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ. അന്ന് കറണ്ടില്ല, ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല, മറ്റു മെഷീനറികൾ ഒന്നുമില്ല. എങ്കിലും ആളുകൾ ഒരു സെന്റ് സ്ഥലം പോലും, ഏകദേശം 60കളിലെ 39,000 ഹെക്ടർ നെൽവയൽ ഉണ്ടായിരുന്നു വയനാട്ടില്. ഇന്നത് 4,000 ചുരുങ്ങി. അപ്പോ ഈ ബയോഡൈവേഴ്സിറ്റി വളരെ വലിയ രീതിയിൽ നശിച്ചിട്ടുണ്ട്. കാടിന് പുറത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ അന്ന് കൃഷി ചെയ്തിരുന്നു, ആളുണ്ടായിരുന്നു, എപ്പോഴും കാവലുണ്ടായിരുന്നു, പലതരത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് ഈ സ്ഥലങ്ങൾ മുഴുവൻ കാട് പിടിച്ചു പോയി, കാരണം എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കൃഷി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഒന്ന് വിളനാശം, ഇങ്ങനെ ഓരോരോ വില കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഇത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ട് കൃഷി ഉപേക്ഷിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ജൈവ വൈവിധ്യം നശിച്ചു പോകും എന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് വേണ്ട നടപടി എടുക്കണമായിരുന്നു. പകരം ഇവിടെ കൃഷി ഉപേക്ഷിച്ച് ഈ നാട് വിട്ട് എല്ലാവരും പോവുകയാണ്. ഇന്ന് ഈ നാട് സംരക്ഷിക്കാൻ അതിന്റെ ഉടമകളായിട്ട് ആരുമില്ല. അങ്ങനെ ഒരു വലിയ ഒരു ദുർഗതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചു? അപ്പൊ അതുകൊണ്ട് കാടിന് പുറത്ത് ഇങ്ങനെ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കാടായി. അവിടെ മാനും പന്നിയും ഈ കടുവയെല്ലാം വന്ന് പെറ്റു വരികയാണ്. അപ്പൊ കാടിന് വെളിയിലും ഉണ്ട് ഇതേപോലെ തന്നെ കാടിൽ മാത്രം പെറ്റു വളർന്നിരുന്ന കടുവകൾ ഇന്നിപ്പോ വയനാടിന്റെ തൊവരിമല, പിന്നെ ബീനാച്ചി എസ്റ്റേറ്റ്, ഇങ്ങനെയെല്ലാം അവിടെ കടുവ പെറ്റു വളരുകയാണ്. അപ്പൊ കാട്ടിലെ കടുവ, നാട്ടിലെ കടുവ, അങ്ങനെ 2 തരത്തിലായി. നാട്ടിലെ കടുവേനെ ഒരിക്കലും അത് കാട്ടിലേക്ക് കയറ്റില്ല. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇങ്ങനെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പഠിച്ച് ഇന്നിപ്പോ രാധയെ കടിച്ചു കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുവോ? ഒരിക്കലും തീരില്ല. കാരണം ആ കടുവ ഇനി എതിരേലും പോവും. ഇതിനു മുമ്പ് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരുന്ന കടുവ അതിനെ നാളെ കാണില്ല എന്നേ പറയുള്ളൂ. കുറച്ച് ദിവസം അതിന്റെ പുറകെ ആളുകൾ വെടിക്കോപ്പായിട്ട് നടക്കും.
പക്ഷെ അതിനെ കിട്ടില്ല. അപ്പൊ ഇത് തൽക്കാലം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെ ഒരു കടുവയെ വെടിവെച്ച് കൊന്നതുകൊണ്ടോ ഒരു ആനയെ വെടിവെച്ചതുകൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമല്ല. എത്ര എണ്ണത്തിന് ഇനിയിപ്പം വേനൽ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് വെടിവെച്ച് കൊന്നതുകൊണ്ടല്ല ഈ പ്രശ്നം തീരുക. വയനാടിന്റെ ആവാസ വ്യവസ്ഥ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കൃഷി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് പോയത്. അപ്പൊ കൃഷിനെ തിരിച്ചു കൊണ്ടുവരണം. അതേപോലെ തന്നെ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളെ മുഴുവൻ കൃഷിയോഗ്യമാക്കണം. അതിനെന്താണ്, കർഷകർക്ക് നല്ല വില കൊടുക്കണം. കർഷകര് ഇപ്പൊ വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃഷി മേഖലയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒരു സംവിധാനങ്ങളും ഇല്ല. ഒരു സംവിധാനങ്ങളും ഇല്ല. കൊയ്ത്തുമതി യന്ത്രം പോലും കിട്ടാനില്ലാത്ത കാട് പിടിച്ച് തുരുമ്പ് പിടിച്ച് പോവുകയാണതല്ല. അപ്പൊ ഇങ്ങനെ ഇതിന് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ് ബയോഗ്യാസ് ആണെന്ന് ചോദിക്കുന്ന വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന അധികാരികളാണ് നമുക്കുള്ളത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പും ഈ പറയുന്ന 2022 DDMന്റെ ആക്ട് ഉണ്ട്. ആ ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ നടപ്പാക്കണമെന്ന് DDMന്റെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ പല പ്രമുഖ ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം അവർക്ക് ഒന്നും നേരമില്ല ഒന്നും കേൾക്കാൻ. പിന്നെ ടി വിയിൽ വന്നിരുന്നു, അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ച് ഘോരമായിട്ട് പ്രസംഗിക്കാൻ ആളുകളുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ ആളുകളുണ്ട്. ഇത് ചെയ്യാൻ ഒരൊറ്റ ആളുമില്ല. എന്തുകൊണ്ട് ഇവർക്ക് ഇത് പഠിച്ചുകൂടാ? ഇവർക്കൊക്കെ അധികാരം ജനങ്ങൾ കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിന് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അധികാരികളെ ഏൽപ്പിക്കുന്നത്, തെരഞ്ഞെടുത്ത അധികാരികളെ ഏൽപ്പിക്കുന്നു. ഇവർക്ക് ഇതിനൊന്നും നേരമില്ല. ഈ ചായ കുടിയും പഴംപൊരിയും മീറ്റിംഗ് എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത്? ഇത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പുതിയ തലമുറ ഇവിടെ ജീവിക്കാൻ പറ്റാതെ ഇവിടെ നിന്ന് ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞാൽ കാട്ടിൽ മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ മനുഷ്യനും ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ എന്താ പറയാ ഉത്തരവാദപ്പെട്ട ആളുകളുടെ സമീപനം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇത് നേരിടണമെങ്കിൽ ഇത് എന്താ പറയാ വലിയൊരു വലയിലെ കുടുക്ക അഴിച്ചെടുക്കുന്നത് പോലെ അഴിച്ചെടുക്കണം. ഇതിന് വളരെ കൃത്യമായിട്ട് 11 ഗൈഡ് ലൈൻ തയ്യാറാക്കി നമ്മൾ അയച്ചിരുന്നു. ഒരു ചർച്ചയ്ക്ക് പോലും ഒരാൾ പോലും വിളിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആളുകളുണ്ടാവും. അവർക്ക് പോലും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മളൊരു പുതിയ ആളെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു IFS ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ആ ആളെ പിന്നെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയ സീരിയസ് ആയ ഒരു വിഷയത്തെ ഇത്ര ലാഘവത്തോടു കൂടി കാണുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അതെ, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 11 നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ വളരെ സജീവമായിട്ട് ഉള്ള ചർച്ച നടക്കണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് കൃത്യസമയത്ത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല, നേരത്തെ ശ്രീ സംഷാദ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഈ വന്യജീവി ആക്രമണം ഉണ്ടാകും. അതിൻ്റെ തോത് കൂടുമെന്ന് അറിയാം. പക്ഷേ എന്തുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്